അനീഷേൻ്റെ കാര്യത്തിൽ അനുമോൾക്ക് എന്താണ് മറുപടി എന്ന് കേൾക്കണ്ടേ? അപ്പം അനുമോളുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയാണ്, എന്താണ് അനുമോൾക്ക് പറയാനുള്ളത്? അപ്പം അനുമോൾ പറയാണ്, എന്നെ പുള്ളി നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രാങ്ക് ആണെന്നാണ് തോന്നിയത്. പിന്നെ കുറേ വട്ടം ഞാൻ ആലോചിച്ചപ്പോൾ, പഴയ പല കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പ്രാങ്ക് അല്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ കുറേ വട്ടം സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോഴെല്ലാം ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താങ്ങാൻ പറ്റില്ലായിരിക്കും പുള്ളിക്ക്, അതുകൊണ്ടല്ലേ പറഞ്ഞത്. എന്തായിരുന്നു അനുമോളുടെ ആ പറയാനുള്ള മറുപടി? അപ്പോൾ അനുമോൾ പറയാണ്, ലാലേട്ട ഒരിക്കലും ഞാൻ ഇഷ്ടമല്ലെന്ന് പറയില്ല, എനിക്ക് പുള്ളിയുടെ അടുത്ത് നല്ല സ്നേഹമുണ്ട്. പക്ഷേ അനുമോൾ ആക്ട് ചെയ്യാണ് കേട്ടോ, ആക്ടിങ്ങിലൂടെയാണ് അനുമോൾ അത് കാണിക്കുന്നത്. കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അനുമോൾ ഇങ്ങനെ ആക്ടിങ് കാണിക്കുകയാണ്. അതിന് ഞാൻ അനീഷേനെ അങ്ങനെ കണ്ടിട്ടില്ല ലാലേട്ട. അപ്പം നെവിൻ പറയണം, ഇനിയും കാണാമല്ലോ. അപ്പം അനുമോൾ പോടാ എന്ന് പറയുന്നുണ്ട്. പുള്ളിയോട് സ്നേഹമുണ്ട്, കല്യാണം കഴിക്കാനുള്ള സ്നേഹമില്ല, അല്ലാതെയുള്ള സ്നേഹം, എന്താ പറയുക, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇഷ്ടം, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ലാലേട്ടൻ ഇങ്ങനെ പറയാണ്, അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ലേ, സമയമുണ്ടല്ലോ രണ്ടു പേർക്കും എന്നൊക്കെ പറയാണ്. അനുമോളാകപ്പാടെ ചമ്മി, ഇതെന്താണ് ഇങ്ങനെ ലാലേട്ടൻ പറയുന്നത്, സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം അനീഷേട്ടൻ എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ളൊരു പേടിയായിരുന്നു അനുമോൾക്ക്. അപ്പം തന്നെ നമ്മുടെ നെവിനെ സ്റ്റോർ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. നെവിനെ കൊണ്ട് 2 ബ്യൂട്ടിഫുൾ റെഡ് കളറിലെ കേക്ക് ലാലേട്ടൻ കൊണ്ടുവരിപ്പിക്കുകയാണ്. ആ കേക്ക് ഏഷ്യാനെറ്റ് സത്യം പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് നമ്മുടെ അനുമോൾക്കും അനീഷേട്ടനും ഉള്ള ഒരു കേക്ക് പോലെയാണ് കൊണ്ടുവന്നത്. 2 ഹൃദയം ഹേർട്ടിൻ്റെ ഷേപ്പിലുള്ള കേക്കാണ്. ഏഷ്യാനെറ്റ് അത് കരുതിക്കൂട്ട് ചെയ്താണ്. പക്ഷേ അനുമോൾക്ക് എന്തോ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അനുമോൾ പറഞ്ഞു, ഇതൊക്കെ ഇവരിങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയ പുറത്ത് എന്തായിരിക്കും എന്നുള്ള പേടിയാണ് അനുമോൾക്ക്. അനുമോൾ ആ കേക്ക് കഴിക്കാനൊക്കെ ആദ്യം മടി കാണിക്കുന്നുണ്ട്. പക്ഷേ അനീഷേട്ടനും ബാക്കിയുള്ള എല്ലാവരും ആ കേക്ക് കഴിച്ചു. കാരണം നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ. അപ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ, കാരണം ഏഷ്യാനെറ്റിന് ആകെപ്പാടെ അവസാനം കിട്ടിയൊരു കണ്ടൻറ്റാണ്, അത് അവരെങ്ങനെ വേസ്റ്റ് ആക്കും. പക്ഷെ അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് അത് ഭയങ്കര ഒരു പാടായിരുന്നു. ലാസ്റ്റ് പിന്നെ എല്ലാവരും നിർബന്ധിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോളും ആ കേക്ക് കഴിക്കുന്നുണ്ട്. എന്നിരുന്നാലും അനുമോൾക്ക് അപ്പം തൊട്ടൊരു ഭീതി തുടങ്ങി, എല്ലാവരും ഇങ്ങനെ കളിയാക്കി, ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടും പോയി, ഇനി എന്താകും എങ്ങനെയാകും എന്നുള്ളൊരു പേടി അനുമോളുടെ മനസ്സിൽ അന്നേരം തൊട്ട് അനുമോളുടെ ഫേസിലുണ്ടായിരുന്നു.